ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കേക്കാണ്, ഒരു മാംഗോ കേക്ക്. മാംഗോയുടെ ഫ്ലേവറും അതുപോലെ തന്നെ മാംഗോയുടെ ഒരു ടേസ്റ്റും ഒക്കെ ഉള്ള നല്ലൊരു കേക്ക്. അതിനായിട്ട് ഞാനൊരു വലിയ മാംഗോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട, പഞ്ചസാരയും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുത്താൽ മതി. അതിൻ്റെ പൾപ്പ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 3 എഗ്ഗ് ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാൻ, അതിനകത്ത് കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 1 കപ്പിന് നിറയെ നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് മൈദ. അപ്പോൾ ഞാൻ ഈ 3 എഗ്ഗ്, ചെറിയ എഗ്ഗ് ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. വലിയതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും അതുപോലെ ഒരു 4-5 ഡ്രോപ്പ് മാംഗോ എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കൈവച്ച് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതുപോലെ നന്നായി ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. വലിയ ബബിൾസൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ചെറിയ ബബിൾസ് എത്തുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കിട്ടിയാൽ മതി. അപ്പോൾ ഇതിവിടെ ഏകദേശം നന്നായി തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മാംഗോ പ്യൂരിയിൽ നിന്ന് 1/2 കപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് നമുക്ക് അതിൽ നിന്ന് അളന്നെടുക്കാം. ഇനി നമ്മളെ ഈ മൈദയുടെ കൂട്ടും അതുപോലെ തന്നെ ഈ മാംഗോയുടെ പ്യൂരിയും രണ്ടും നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചേർക്കാൻ മറന്നു പോയതായിരുന്നു. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം മൈദയുടെ ആ കൂട്ട് ചേർത്തതിന് ശേഷം മാംഗോ പ്യൂരി ചേർത്ത് തുടങ്ങിയാൽ മതി. എന്നാലേ നമുക്കത് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോവാതെ തന്നെ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ പ്യൂരി ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ആ നമ്മൾ എഗ്ഗ് പതിപ്പിച്ചെടുത്തത് അങ്ങ് താഴ്ന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മൈദ കുറച്ച് ചേർത്തതിന് ശേഷം ചേർക്കുന്നത്. പിന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇങ്ങനെ സ്പൂൺ വെച്ച് അല്ലെങ്കിൽ സ്പാച്ചില വെച്ചൊന്ന് ഇങ്ങനെ കുത്തി ഇളക്കി കളയരുത്. അപ്പോൾ നമുക്ക് ആ നമ്മൾ ഈ പതിപ്പിച്ചെടുത്തതിൻ്റെ ആ ടെക്സ്ചർ അതുപോലെ തന്നെ അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ താഴ്ന്നു കഴിഞ്ഞാൽ നമ്മളെ കേക്ക് പൊന്തി വരുന്നതിന് ഒരു സോഫ്റ്റ്നെസ്സിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരല്പം നമുക്ക് മാംഗോ പ്യൂരി ഇതിനകത്തേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതും അതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കുറേശ്ശെയായിട്ട് നമ്മൾ മൈദ ആണെങ്കിലും അത് പ്യൂരി ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അറ്റ് എ ടൈം മുഴുവനായിട്ടും ചേർത്ത് കളയരുത് ഒരിക്കലും. കേക്കിലകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയാലും അത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയാലും എന്ത് തന്നെ ആയാലും മുഴുവനായിട്ട് ഒറ്റയടിക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യരുത്. കുറേശ്ശെയായിട്ട് ചേർത്ത് വളരെ ലൈറ്റായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ്. വളരെ ലൈറ്റായിട്ട് മിക്സ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം വീഡിയോ കുറേ ലെങ്ത്തായിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിന് ഇതിപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് ഉണ്ടാക്കിയൊരു കേക്കാണ്. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു മാങ്ങ വെച്ചിട്ടുള്ള ഒരു തരിപ്പോളയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തരിപ്പോളയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പമെങ്കിൽ അത് ഇതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ
ആ ഒരു കേക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു തരിപ്പോള വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് എളുപ്പമെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുക. ആ തരിപ്പോളാണ് നിങ്ങൾക്ക് അത് റവ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ ആ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഈ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ ഇതിനൊരു നല്ലൊരു നമ്മൾ വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ 1 ടീസ്പൂൺ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നല്ലൊരു ടെക്സ്ചറും ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രയും നെയ്യൊന്നും വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല ചേർക്കണമെന്ന്. ഇത് ചേർത്ത് നമുക്കൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാൻ നേരത്തെ ഒരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റിച്ച് ഒരു ഇളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. വളരെ കുറച്ച് മതി. അടിയിൽ നെയ്യ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ സൈഡും അടിവശമൊക്കെ ഹാർഡായി പോകും. അപ്പോൾ ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വളരെ കുറച്ച് ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ ഒഴിച്ചൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഡയറക്റ്റായിട്ട് ഇത് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ അതിലേക്ക് തീയൊക്കെ കത്തിച്ചിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. സാധാരണ ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാറാണ് ചെയ്യാറ്. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് ഞാനിത് ഇവിടെ നേരത്തെ ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അടിവശം കരിഞ്ഞു പോവാതെ നല്ല ലൈറ്റ് കളറിൽ തന്നെ കിട്ടും. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള സമയം 20 മിനിറ്റ് ആണ് കുക്കിംഗ് ടൈം. 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാനുള്ള ബാക്കി ഉണ്ടായിരുന്ന നമ്മൾ മാംഗോ പ്യൂരി ഉണ്ടല്ലോ, അതൊന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം, ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കേക്കിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി കൊടുക്കാനും പിന്നെ ഒരു ടേസ്റ്റും കൂടുതലുണ്ടാവും ഇത് ചേർത്ത് കഴിയുമ്പോൾ. ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുകി ഒന്ന് ലൈറ്റ് കളറായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് അത്ര കണക്കൊന്നുമില്ല. നമ്മൾ ആ ഒരു മാങ്ങയിൽ നിന്ന് ഒരു വലിയ മാങ്ങ എടുത്ത് ചെയ്യുമ്പോൾ മാങ്ങയിൽ നിന്ന് എത്ര ബാക്കിയുണ്ടോ അത് ചെയ്തെടുത്താൽ മതി. അപ്പം കൂടുതലുണ്ടെങ്കിൽ കേക്കിൻ്റെ സെൻറ്ററിലും വെച്ച് കൊടുക്കാം, മുകളിലും വെച്ച് കൊടുക്കാം. കുറച്ചുള്ളെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം, സെൻറ്ററിലോ മുകളിലോ എവിടെയോ താല്പര്യം എന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഇതിന്ന് കളർ ലൈറ്റായിട്ടും വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് വാങ്ങി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 20 മിനിറ്റാണ് കുക്കിംഗ് ടൈം. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ, ബാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. മുകൾ ഭാഗമൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം ഇത് കേക്ക് നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് നമ്മൾ പുറത്തെടുക്കാൻ പാടുള്ളൂ. എന്നാലും നമുക്കത് സൈഡൊക്കെ നല്ല ക്ലീനായിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അടിവശമൊന്നും കരിഞ്ഞിട്ടോ സൈഡൊന്നും കരിഞ്ഞിട്ടോ ഒന്നുമില്ല. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ കേക്ക് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം തയ്യാറാക്കേണ്ട വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തതാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പൗഡർ ഷുഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ്ട്രാ മധുരം വേണ്ടവർ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു 4-5 ഡ്രോപ്പ് മാംഗോ എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. മാംഗോ എസൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ തന്നെ ചേർത്താലും മതി. ഇനി അഥവാ എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ അല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇത് കുറച്ച് ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ടാവും, പിന്നെ കുറച്ച് കളറുള്ള ഒരു എസൻസാണ് ഞാൻ ചേർത്തുള്ളത്. അപ്പോൾ ഇതിവിടെ നല്ല സോഫ്റ്റ് നല്ല വിപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ആ സമയത്തേക്ക് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. എൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നോസിൽ വെച്ചാണോ ചെയ്യാൻ താല്പര്യം അത് വെച്ച് ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ മുൻപ് കാണിച്ചിട്ടുള്ള പോലെ ഒരു പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ജസ്റ്റ് അങ്ങനെ ചെയ്തെടുത്താലും മതി. കുറച്ച് മതി നമുക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാൻ വേണ്ട എത്രയാണോ വേണ്ടത്. ഞാനിപ്പോൾ ഒരു 2 സ്പാച്ചുലേൻ്റെ ഒരു 1.5 സ്പാച്ചുലൊക്കെ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വരുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രീസറിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ആ സമയത്തേക്ക് നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ളത് കൂടെ കേക്ക് റെഡിയാകുന്ന സമയം വരെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. എന്നാൽ നല്ല ടൈറ്റായിട്ട് തന്നെ അങ്ങനെ തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം കേക്ക് ഞാൻ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഞാനിതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് 3ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കേക്ക് കട്ടർ ഉള്ളവർക്ക് കേക്ക് കട്ടർ വെച്ച് ചെയ്യാം, നൈഫ് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നൈഫ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/2 കപ്പ് വെള്ളം. ആ വെള്ളം കൊണ്ട് പകുതി ഒരു ഭാഗത്തും പകുതി മറ്റേ ഭാഗത്തും ഒഴിച്ച് നനച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ പിശുക്ക് കാണിക്കാതെ മുകൾ ഭാഗം ഫുള്ളായിട്ട് നനഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. ബാക്കിയുള്ളത് നമ്മളിത് കേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് അത് ഈവനിലായിട്ട് എല്ലായിടത്തും എത്തിയിട്ട് നല്ല സോക്കായിട്ട് വരും കേക്ക്. അപ്പം പകുതി എന്തായിട്ടും ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. ഇനി കേക്ക് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് നിൽക്കാനായിട്ട് ഒരല്പം ക്രീം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു 2 കിലോയുടെ ഒരു ബോർഡ് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സിൽവർ ഫോയിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ക്രീം വെക്കുകയാണ്. അപ്പം ക്രീം നമ്മൾ എടുത്തിട്ടുള്ള ക്രീമിൽ ഏകദേശം ഒരു 1/3 ഭാഗമൊക്കെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് വെച്ച് മിഡിലായിട്ട് വെച്ച് കൊടുക്കണം. എന്നാലേ നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 ലെയറിൻ്റെ നടുക്കിലുള്ള ആ ക്രീമിൻ്റെ ലെയറും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് കട്ടി തന്നെ വെച്ച് കൊടുക്കണം, സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളെ കയ്യിൽ ഇതുപോലെ കേക്ക് സ്റ്റാൻഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു അടിഭാഗം ലേശം ഉരുണ്ടിരിക്കുന്ന ഒരു പാത്രത്തിനകത്ത് നിറയെ വെള്ളം എടുത്തിട്ട് ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിൽ കമിഴ്ത്തി വെച്ചിട്ട് കേക്ക് അതിൻ്റെ മേലിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രയാസമില്ല. കേക്ക് സ്റ്റാൻഡ് ഇല്ലയെന്ന് വെച്ച് ചെയ്യാതിരിക്കാതെ ബുദ്ധിമുട്ടൊന്നുമുള്ള പ്രശ്നമൊന്നുമില്ല. ക്രീം നന്നായി തന്നെ ഒരു സ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു കേക്ക് നൈഫോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വേണ്ട, കാരണം ഇത് സെൻറ്ററിൽ വരുന്ന ഭാഗമാണല്ലോ. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആവേണ്ട. ബാക്കി നമ്മൾ മുകളിൽ ലെയർ വെക്കുമ്പോൾ റെഡി ആയിട്ട് വന്നോളും. സൈഡിലേക്കൊക്കെ ഒന്ന് എത്തിച്ച് കൊടുത്താൽ മതി. കുറച്ച് കട്ടിയിൽ വെച്ചിട്ട് സൈഡിലേക്കൊക്കെ ഒന്ന് എത്തിച്ച് കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ടുള്ളത് കേക്കിൻ്റെ അടിവശമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേക്കിൻ്റെ അടിവശം എപ്പോഴും നല്ല ലെവലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇത് മുകൾ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗം നല്ല ലെവലായിട്ടിരിക്കണം. അപ്പോൾ അടിഭാഗം മുകളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അടിഭാഗം നല്ല ലെവലായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ മുകൾ ഭാഗം അടിയിലും അടിഭാഗം മുകളിലായിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യം പോലെ ചെയ്യാം കേട്ടോ, എങ്ങനെയാണ് എളുപ്പമെന്ന് വെച്ചാൽ. ഇനി ബാക്കിയുള്ള ക്രീം വെച്ച് ഇത് കേക്ക് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കണം. നല്ല കട്ടിയിൽ തന്നെ കവർ ചെയ്തെടുക്കുക. എല്ലാ വശത്തും ഒന്ന് എത്തിച്ചിട്ട് മുകൾ ഭാഗവും സൈഡും ഒക്കെ മാക്സിമം നിങ്ങളെ കൊണ്ട് എത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാം. അതിന് നിങ്ങൾക്കൊരു നൈഫോ അല്ലെങ്കിൽ സ്പാച്ചുല എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ സ്പാച്ചുല വെച്ചതിൻ്റെ മുകളിൽ
വെച്ച് കൊടുത്തതിന് ശേഷം നൈഫ് വെച്ചൊന്ന് സ്മൂത്താക്കി എടുക്കുകയാണ്. ഇനി സാധാരണ ഒരു നൈഫ് വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പ്രയാസമൊന്നുമില്ല. ഇനി അതല്ലെങ്കിൽ ഞാൻ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചട്ടകത്തിൻ്റെ പിടിക്കുന്ന ഭാഗം വെച്ചിട്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. കേക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ മുകൾ ഭാഗമൊക്കെ ഫിനിഷാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ ഞാൻ കേക്ക് ക്ലാസ്സിലൊന്നും പോയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് പഠിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ സ്വയം ഉണ്ടാക്കിയിട്ട് സ്വയം പഠിച്ചെടുത്തതാണ്. ഒരു 3-4 കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളും ഫസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുള്ള പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. പിന്നെ നിങ്ങൾക്കും അത് സ്വയം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. ഞാനിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ക്യൂസ് ചെയ്തിട്ടൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു ഡെക്കറേഷൻ അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പർ വെച്ചതാണ് ഞാനിപ്പോൾ. ഇനി അതിൻ്റെ മുകളിലൂടെ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പറിൻ്റെ ഒക്കെ ഒരു കിറ്റോ അങ്ങനെ ഒരു കിറ്റ് വാങ്ങിക്കാനുണ്ട്, നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടൗണിൽ നിന്ന് വാങ്ങിച്ചതാണത്. ഓൺലൈനിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോ പ്യൂരി ഉണ്ടല്ലോ, അത് കുറേശ്ശായിട്ട് സൈഡൊക്കെ ഒന്ന് തട്ടിപ്പോവാതെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള പൈപ്പിംഗ് ബാഗിൽ ബാക്കിയുള്ളത് വെച്ചിട്ട് ഒന്ന് അടിഭാഗത്തൂടെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ ആ മാംഗോ പ്യൂരി ബാക്കി ഉണ്ടെങ്കിൽ അതൊന്ന് വേണമെങ്കിൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് സൈഡിലൂടെ ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്ന ഡ്രോപ്പായിട്ട് ഇങ്ങനെ വീഴുന്ന കോലത്തിൽ ഒന്ന് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ബാക്കിയുണ്ടെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അലങ്കരിക്കുന്നതൊക്കെ അവനവൻ്റെ ഐഡിയക്കനുസരിച്ച് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ, കേക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.